പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ഈ തിരുവോസ്തിയിൽ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ കൂടെയായിരിക്കും നല്ല തമ്പുരാനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ കൃപയുടെ നിമിഷം കർത്താവേ, നിന്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനും നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളും സ്വർഗരാജൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിമിഷത്തിൻ്റെ ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ ആ കരുണയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. 3 മണി സമയം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായി ഈശോ വെളിപ്പെടുത്തി തന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭ്യമാകുന്ന ഒത്തിരിയേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് കുമ്പസാരം എന്ന കൂദാശയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ കൂടാരം എന്ന പേരിലാണ് കുമ്പസാര കൂടുകൾ അറിയപ്പെടുക. കാരണം അനുതപിക്കുന്ന ഒരു പാപി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അവൻ്റെ ജീവിതത്തിലേക്ക് ശക്തമായിട്ടൊഴുകുന്നു. ഓരോ കുമ്പസാരക്കൂടും അത്രമാത്രം ദൈവ കരുണ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഈ ഒരു കാര്യം നമ്മളെ വീണ്ടും വീണ്ടും സഭ പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരമാണ് ഈ കുദാശയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത്, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അവലോകനം ചെയ്യേണ്ടത്, അനുതാപത്തോടെ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെ സമീപിക്കണമെന്നുള്ള കാര്യം തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ നമ്മളത് ഏറ്റുപറയുമ്പോൾ അതിലൂടെ ഒത്തിരിയേറെ സൗഖ്യം നമുക്ക് ലഭിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. എൻ്റെ പാപങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് മാറി. അതാണ് സങ്കീർത്തകൻ്റെ വലിയ അനുഭവം. വീണ്ടും നമ്മൾ സുഭാഷിതങ്ങൾ കാണും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പറയുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഏറ്റുപറഞ്ഞ് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ മുൻപായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എപ്രകാരമാണ് കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് ഒരുങ്ങണമെന്നുള്ളത്. അവിടെ പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുകയും എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു പോയത്, എപ്രകാരമാണ് ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് വീഴ്ചകൾ സംഭവിച്ചത് എന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മൾ വിശകലനം ചെയ്യുക.
അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവപ്രമാണങ്ങളുണ്ട്, തിരുസഭയുടെ കൽപ്പനകളൊക്കെയുണ്ട്. അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതും ഗൗരവമേറിയതുമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ഇത്രമാത്രം ഗൗരവമേറിയ പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. പലപ്പോഴും നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിലും ഏതൊക്കെയാണ് ആ പാപങ്ങൾ എന്ന് പലപ്പോഴും നമ്മളത് മറന്നുപോകാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. ഏറ്റവും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ 6 എണ്ണമാണ്. ഒന്നാമത്തേത് മോക്ഷം കിട്ടുകയില്ലെന്നുള്ള വിചാരം. ഒത്തിരിയേറെ ആളുകളുടെ ചിന്തകളിലും അവരുടെയൊക്കെ മനസ്സിലൊക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇത്രയേറെ പാപം ചെയ്ത്, അതുകൊണ്ട് ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ മോക്ഷം പ്രാപിക്കത്തില്ല. അങ്ങനെ ഒരു ചിന്താഗതി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ നിരാശയിലേക്കാണ്. അത് കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുന്നതിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയ പാപമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിൻ്റെ കരുണയിൽ നീ ആശ്രയിക്കുക. കർത്താവ് ഇതാ ഇത്രമാത്രം വീട് സഹിച്ച് കാൽവരിയിൽ മരിച്ച് നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കരുണ ചൊരിഞ്ഞിട്ട് നീ ആ കരുണയിൽ ആശ്രയിക്കുക, നിനക്ക് നിത്യജീവൻ ലഭിക്കും. തെറ്റിദ്ധാരണകളിൽ നമ്മൾ വീണുപോകാതെ ഈ ഒരു വലിയ പാപത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കും. അതായത് മോക്ഷം കിട്ടുക ഇല്ല എന്നുള്ള നമ്മുടെ ചിന്ത, അത് നമ്മളെ നയിക്കുന്ന നിരാശയിലേക്ക്. രണ്ടാമത്തെ ഒരു വലിയ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം, സൽപ്രവർത്തികൾ കൂടാതെ മോക്ഷം ലഭിക്കാം എന്ന തെറ്റിദ്ധാരണ. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കും, എങ്ങനെ പോയാലും കുഴപ്പമില്ല, നല്ല പ്രവർത്തികളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഈ ഒരു ചിന്താഗതി ഒത്തിരി ആളുകളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പിടികൂടിയിട്ടുണ്ട്. അതായത് നല്ല പ്രവർത്തികളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചോളും. അതും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രേരണയ്ക്ക് എതിരായിട്ടുള്ള പാപമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് നല്ലത് ചെയ്യാനും സൽപ്രവർത്തികൾ ചെയ്യാനും നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമപ്പെടുത്തണമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം, സൽപ്രവർത്തികൾ കൂടാതെ നമുക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ. മൂന്നാമതായിട്ട്, ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും ശാഠ്യം പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് സത്യമാണെന്ന് അത് അംഗീകരിക്കാനും അതിനെ ഏറ്റുപറയാനൊക്കെ പലപ്പോഴും നമുക്ക് വലിയ മടിയാണ്. അത് പറയുന്നയാൾ, ഇപ്പം സത്യം പറയുന്നത്, ഇപ്പം നമ്മൾ എന്തുമാത്രം ഒരു വെറുപ്പോ ദേഷ്യമോ ഉള്ള വ്യക്തിയാണെങ്കിലും ആ പറയുന്ന വ്യക്തി എന്ത് നല്ല കാര്യമാണോ പറയുന്നത്, ആ പറയുന്ന വ്യക്തി സത്യമാണോ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായെങ്കിലും അതിനെ നിഷേധിക്കുക എന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള മറ്റൊരു പാപമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം ഇത് തന്നെയാണ്. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ മൂടിവെക്കാൻ പരിശ്രമിക്കുന്നു. നാലാമതായിട്ട്, മറ്റുള്ളവരുടെ നന്മയിലുള്ള അസൂയ. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതും മറ്റുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതും കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. ഈ ഒരു അസൂയ എന്ന ഈ ഒരു പാപം നമ്മളെ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ സൃഷ്ടികർമ്മത്തെയൊക്കെ ബഹുമാനിക്കുന്നതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുകയാണ്. ഈ ഒരു പാപത്തിൻ്റെ വലിയ പ്രത്യേകം, ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അത് മറന്ന് അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥ, അതാണ് ഈ പാപത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയിലും അതുപോലെ അവരുടെ അഭിവൃദ്ധിയിലും സന്തോഷിക്കുന്നവരായിട്ട് നമുക്ക് മാറണം. അഞ്ചാമത്തെ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ചെയ്തിട്ട് അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്. ഒത്തിരിയേറെ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്, ദേ ഹാവ് ലോസ്റ്റ് ദ സെൻസ് ഓഫ് സിൻ. പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ, കുഴപ്പമില്ല, അനുതാപമില്ലാതെ മുൻപോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള മറ്റൊരു പാപമാണ്. വീണ്ടും ആറാമത്തെ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം, അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തിൽ മരിക്കുന്നത്. അന്ത്യസമയത്ത്
നമ്മളെപ്പോഴാണ് മരിക്കുന്നതെന്നും അറിയത്തില്ലെങ്കിലും ഏകദേശമൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇനി അധികം നാളും ജീവിക്കാനൊന്നും നമുക്ക് ജീവനൊന്നും കാണത്തില്ല എന്നൊരു ചിന്തയൊക്കെ നമുക്കുണ്ടാകുമ്പോഴും നമ്മൾ ശാഠ്യം പിടിച്ച് നിൽക്കുകയാണ്, അനുദപിക്കാതെ. ഒത്തിരിയേറെ ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഒരു വലിയ പാപമാണ്. അതായത് സുവിശേഷം നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അനുദപിച്ച് തിരിച്ചു വരുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ സമൃദ്ധമായിട്ട് ലഭിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിലും നമ്മൾ അത് തന്നെയാണ് കാണുക. ആ മകൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ പഴയ ജീവിതത്തിൽ അവൻ എപ്രകാരമാണോ, എങ്ങനെയാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചത്, അവൻ എങ്ങനെ ജീവിച്ചു എന്നല്ല, അവൻ തിരിച്ചു വന്നതിലുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുന്ന പിതാവായ ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാതെ കുമ്പസാരം എന്ന കൂദാശയെ സമീപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്രകാരം കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് നമ്മൾ അണയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ശക്തമായിട്ട് ഒഴുകും. നമ്മൾ ഓരോ പ്രാവശ്യം പറയും, കർത്താവേ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ കുമ്പസാരവും ഇല്ല, അനുതാപവും ഇല്ലാതെ നടന്നിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ആ കരുണ ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങും. കുമ്പസാരം എന്ന കുദാശയുടെ പാപം ഏറ്റുപറഞ്ഞ് പൂർണ്ണ വിശുദ്ധിയും സൗഖ്യവും ഏറ്റെടുക്കുന്നവരായിട്ട് മാറണമെന്നുള്ളത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ കരുണയുടെ തിരുമണിക്കൂറിൽ ഈശോയോടൊപ്പം കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, യഥാർത്ഥ അനുതാപത്തോടെ നിൻ്റെ കരുണയെ സമീപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പലപ്പോഴും നിരാശയിലേക്ക് ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെയൊക്കെ നന്മയിലും അഭിവൃദ്ധിയിലൊക്കെ ഞങ്ങൾ അസൂയപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അവർക്കെല്ലാം കൊടുത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഒത്തിരിയേറെ പരാതികളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പാപം ചെയ്തിട്ടും പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൻ്റെ അതേ അവസ്ഥയിൽ തുടർന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഈശോയെ, യഥാർത്ഥം ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. വീണ്ടും നിൻ്റെ സ്നേഹത്തിലേക്കും സ്നേഹതീഷ്ണതയിലേക്കും കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫാറൂഖിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ തെറ്റ് ചെയ്യാൻ കാണിച്ച അതേ തീക്ഷ്ണതയുടെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരിക. നിന്നെ സ്വീകരിക്കാൻ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളും അവരുടെ ആഗ്രഹങ്ങളും കർത്താവെ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.